നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി. പക്ഷേ ട്രംപ് ചില ആൾക്കാരെ നിയമിക്കുന്നുണ്ട്. പുതുതായി നിയമിച്ച ചിലരെക്കുറിച്ച് ചില തമാശകൾ പുള്ളി പറയാറുമുണ്ട്. എവിടെ പോയാലും നിഴൽ പോലെ കൂടെ നടക്കുന്ന ഒരാൾ, താൻ എത്ര പറഞ്ഞിട്ടും വീട്ടിൽ പോകുന്നില്ല എന്ന് പറയപ്പെടുന്നു എന്ന് ട്രംപ് കളിയാക്കുന്ന ഒരാൾ, അത് മറ്റാരുമല്ല, ഇലോൺ മസ്കാണ്. ഇലോൺ മസ്കിനെ പരസ്യമായി കളിയാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. നിയമം മാറ്റി മൂന്നാം തവണയും പ്രസിഡന്റ് ആവാൻ ട്രംപ് ശ്രമിക്കുമെന്ന് ഭയന്ന് എതിരാളികൾ നിൽക്കുമ്പോഴും അമേരിക്കയിൽ ട്രംപിസം ചർച്ചകൾ പല വഴിക്ക് നടക്കുകയാണ്. ടെസ്ല ഉടമയും ലോക കോടീശ്വരനുമായിട്ടുള്ള ഇലോൺ മസ്ക് ഇപ്പോൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉറ്റ തോഴനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ട്രംപ് ഇപ്പോൾ എവിടെ പോയാലും നിഴൽ പോലെ മസ്കും ഉണ്ടാകുമെന്നതാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസം നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ ട്രംപിനൊപ്പം മസ്കും പങ്കെടുത്തിരുന്നു. അതിനിടയിലാണ് ട്രംപ് മസ്കിനെക്കുറിച്ചൊരു തമാശ പൊട്ടിച്ചത്. എവിടെ പോയാലും മസ്ക് ഇങ്ങനെ നിഴൽ പോലെ കൂടെ നടക്കുന്നു എന്നും എത്ര പറഞ്ഞിട്ടും അദ്ദേഹം വീട്ടിൽ പോകുന്നില്ല എന്നുമാണ് ട്രംപ് പറഞ്ഞത്. അതായത് ട്രംപിനോടൊപ്പം പിന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. വേദിയുടെ മുൻനിരയിൽ മധ്യഭാഗത്തായിട്ടാണ് ഇലോൺ മസ്ക് അപ്പോൾ ഇരുന്നിരുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മുതൽ തന്നെ മസ്ക് ട്രംപിൻ്റെ കൂടെ കൂടിയതാണ്. ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് കോടികളാണ് മസ്ക് സ്വന്തം കയ്യിൽ നിന്ന് ചിലവാക്കിയിരിക്കുന്നത്. ഇലോൺ മസ്കിനെ താൻ ഇഷ്ടപ്പെടാത്ത ദിവസം വരെ കൂടെ കൊണ്ട് നടക്കേണ്ട സ്ഥിതിയാണ് എന്നാണ് ട്രംപ് കൂട്ടച്ചിരികൾക്കിടയിൽ വ്യക്തമാക്കിയത് എന്നതാണ്. ട്രംപിൻ്റെ വാക്കുകളെയൊക്കെ കയ്യടികളോടുകൂടി തന്നെയാണ് റിപ്പബ്ലിക്കൻ ജനത അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ സ്വീകരിച്ചത്. ഇലോൺ മസ്ക് മഹാനാണ് എന്ന് ട്രംപ് പ്രസംഗത്തിനിടയിൽ കൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ട്രംപിൻ്റെ വീട്ടിലെ നിത്യസന്ദർശകനാണ് ഈ മസ്ക്. ട്രംപ് ഗോൾഫ് കളിക്കുന്ന സ്ഥലത്ത് പോലും അദ്ദേഹത്തോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. മസ്കിനെ ട്രംപിൻ്റെ പേരക്കുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ അങ്കിൾ എന്ന് വിശേഷിപ്പിച്ചത് ഏറെ ചർച്ചയാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇനി അടുത്തത് ഉടനെ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനെ കാണാനായി ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് പുറപ്പെടുമ്പോഴും കഴിഞ്ഞ ദിവസം വിമാനത്തിൽ ഇതേ മസ്ക് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് വിവേക് രാമസ്വാമിക്കൊപ്പം ഇലോൺ മസ്കിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പ്രത്യേക ഒരു സമിതി രൂപീകരിച്ചത്. ബ്യൂറോക്രസിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനായിട്ട് വലിയ അഴിച്ചുപണികൾ നടത്താൻ ട്രംപ് ഇരുവർക്കും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ അമേരിക്കയിലെ പല മാധ്യമങ്ങളും ഈ നിയമത്തിനെതിരെ വൻ വിമർശനമാണ് നടത്തുന്നത്. സ്വന്തം സ്ഥാപനത്തിൽ പല മണ്ടൻ പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയ മസ്കിന് എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങൾ അഴിച്ചുപണിയുവാൻ സാധിക്കുക എന്നാണ് അവർ ചോദിക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പുതിയ ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ താൻ മൂന്നാമതും അമേരിക്കൻ പ്രസിഡന്റ് ആകും എന്ന് തമാശയായി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പലരും ഗൗരവമായിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം അമേരിക്കയിൽ ഒരാൾക്ക് 2 തവണ മാത്രമേ പ്രസിഡൻ്റാകാൻ കഴിയൂ എന്ന നിയമം വേണമെങ്കിൽ ട്രംപ് ഭേദഗതി ചെയ്യുമോ എന്നാണ് അവർ സംശയിക്കുന്നത്. നിലവിൽ ആ സാഹചര്യത്തിൽ അതാണ് അവസ്ഥ എങ്കിൽ കൂടിയും സഭയിൽ ഭൂരിപക്ഷമില്ലെങ്കിലും ട്രംപ് ഇത്തരമൊരു നീക്കം നടത്തിയാൽ അതിനെ നേരിടാൻ ഡെമോക്രാറ്റുകൾ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യം അറിയില്ല. അതായത് വീണ്ടും പ്രസിഡന്റ് ആവാൻ കൊതിക്കുന്ന ഒരു മനസ്സ് ഡൊണാൾഡ് ട്രംപിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റിപ്പബ്ലിക്കൻ നേതാക്കളെ അഭിസംബോധന ചെയ്തപ്പോൾ താൻ മൂന്നാമതും പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പോകുന്നുണ്ടോ? നിയമത്തെ ട്രംപിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. 2025 ജനുവരിയിൽ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന 4 വർഷക്കാലം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതും തന്നെയാണ്.